Hello, all my dears. Welcome back to our YouTube channel, Universe of Tarot 369. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുള്ളിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ് കാണുക. നെഗറ്റീവ് മൈൻഡോടുകൂടി ഈ റീഡിങ് ആരും തന്നെ കാണാതിരിക്കുക. Universe, please guide us. Universe, please guide us. Universe, please guide us. Universe, please guide us. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയാണ്, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഓരോരോ കാര്യങ്ങളും. ഓക്കെ, കഴിഞ്ഞുപോയ രാത്രികാലങ്ങളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് മാനസികപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള സമയങ്ങൾ കാണുന്നുണ്ട്. പല രാത്രികളിലും ഉറക്കം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അവർ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നു. അതുപോലെ തന്നെ കരയുന്നു. ഇതെല്ലാം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഓർത്തിട്ടോ ഒന്നുമല്ല, കാരണം അത് നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിട്ടാണെന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത്. കാരണം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാവാം, നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തികളും ആവാം. അപ്പോൾ ഈ കഴിഞ്ഞു പോയ രാത്രികാലങ്ങളിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പലപ്പോഴും നിങ്ങളെപ്പറ്റി അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ദുസ്വപ്നമായിട്ട് ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിനെ ഒരു അലക്ഷ്യമാക്കി വെച്ചുകൊണ്ടേയിരിക്കുന്ന ഓരോ സമയങ്ങളാണ്. അതിപ്പോൾ രാത്രി കണ്ടു എന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിക്ക് പിറ്റേ ദിവസവും അല്ലെങ്കിൽ പിന്നീടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മാഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി കാണുന്നത് ഒന്നും തന്നെ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് വിട്ടു പോകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ഇവരുടെ മനസ്സിനെ വല്ലാണ്ട് ഒരു ഭയം പിടികൂടുന്നുണ്ട്. ആ ഭയത്താലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ അതൊന്നല്ല, ഒന്നിലധികം തവണ ഇതേ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പല രാത്രികളിലും ഈ ഒരു വ്യക്തിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കിടന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നങ്ങളാണേലും അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളാണെങ്കിലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് അവർക്ക് അനുഭവിക്കുവാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അതങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുക എന്ന് പറയുന്നത് അവർക്ക് വല്ലാതൊരു പേടിയിലേക്കാണ് എത്തിക്കുന്നത്. അതും പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം വരാനിരിക്കുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അസുഖങ്ങളാവാം, ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ആവാം.
അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ സ്വപ്നങ്ങളുമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് കാണുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പല രാത്രികളിലും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവരുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ സ്വഭാവം വെച്ച് വളരെയധികം വാശിയുള്ള ഒരു വ്യക്തിത്വമാണ്. അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു മിസ്സിങ് ഫീലിംഗ് അവർക്ക് നൽകുന്നത്. പക്ഷേ ഇവരുടെ ഒരു വാശി എന്ന് പറയുന്നത് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യവും. കാരണം വാശി കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്നതിന് യാതൊരു കുറവുകളും നമുക്ക് നൽകാത്ത ഒരു വ്യക്തിയാണ്. എല്ലാ സ്നേഹവും അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹവും സംരക്ഷണയും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇപ്പോൾ ഈ ഒരു ചെറിയൊരു മൊമെൻറ്റ് നമുക്ക് ചെറിയൊരു കാര്യത്തിൽ സ്നേഹം തന്നെങ്കിൽ പോലും അല്ലെങ്കിൽ അത് നമുക്ക് ഓർത്ത് വെക്കാൻ ജീവിതകാലം മുഴുവനായിട്ട് നമ്മളത് ഓർത്ത് വെക്കും. അങ്ങനത്തെ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് നമ്മൾ. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം വാശി അവർക്ക് മെയിനായിട്ട് അവരുടെ ഒരു സ്വഭാവത്തിൽ കലർന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ഈ ദുസ്വപ്നങ്ങൾ കാണുമ്പോൾ പോലും നിങ്ങളോട് അത് പറയണം. ഈ ഒരു സ്വപ്നമെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ആരും അറിയാതെ ചിലപ്പോൾ ഇപ്പോൾ അൺമാരിഡ് ആണെങ്കിലും നിങ്ങൾ വിവാഹം കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ കൂടി തന്നെ ഈ ബന്ധം മറ്റാരോടും പറഞ്ഞിട്ടില്ലാവാം. അല്ലെങ്കിൽ നിങ്ങളൊരു സീക്രട്ടായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക് പറ്റിയൊരു റീഡിംഗ് ആണിത്. ഇപ്പോൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ മറ്റാരോട് ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയോട് പറഞ്ഞാലേ അത് ഫലിക്കാതിരിക്കുകയുള്ളൂ എന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു ഒരു വിചാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദുസ്വപ്നങ്ങൾ. അതിപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കും. അതായത് അവരാരോടും പറയുന്നില്ല, അവർക്ക് പങ്കുവയ്ക്കാൻ ആരുമില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് പങ്കുവയ്ക്കാൻ ആരോടും പറ്റത്തുമില്ല ഇങ്ങനത്തെ ഉള്ള സ്വപ്നങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ആ ഒരു വ്യക്തിക്ക് വാശി മെയിനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്വപ്നം നിങ്ങളുടെ അടുത്തും പറയാൻ പറ്റത്തില്ലാത്ത ഒരു മാനസിക ഒരു ബുദ്ധിമുട്ടിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരു ചെകുത്താന കടലിൽ നിൽക്കുന്ന പോലെ. അതായത് നിങ്ങളോടും പറയാൻ പറ്റുന്നില്ല, നിങ്ങളോട് പറയണമെന്നുള്ളൊരാഗ്രഹമുണ്ട്, മറ്റാരോടും പറയാനും പറ്റത്തില്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണിക്കുന്നത്. അപ്പോൾ പല രാത്രികളിലും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സ്വപ്നങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ആ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിക്കുള്ള സ്വപ്നങ്ങൾ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവർക്കറിയാം ഇപ്പോൾ ഒരുപോലെ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാത്രികളിലും ടെൻഷൻ ഇവരെ വളരെയധികം പിടികൂടുന്നുണ്ട്. ആ ടെൻഷൻ്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പല സമയങ്ങളിലും ഇപ്പോൾ പ്രഷർ ആണെങ്കിലും അല്ലെങ്കിൽ പ്രഷർ കൂടുക കുറയുക അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ പിടികൂടുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യം നോക്കുമ്പോൾ ജഡ്ജ്മെൻ്റ് ആയിട്ട് പറയുന്നത് ഇവിടെ നിങ്ങൾ കൂടുതലും മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തി വരാനും അവരുടെ മനസ്സ് മാറുവാനും നിങ്ങൾ വളരെയധികം ക്ഷമാപൂർവം ഈ ഒരു പേഴ്സണിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിലും ആയുസ്സിന് വേണ്ടിയാണെങ്കിലും നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയാണെങ്കിലും നിലകൊള്ളുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി കൂടുതലായിട്ടും ഒന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് മൂലവുമാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് അങ്ങനത്തെ ഉള്ളൊരു മാനസികപരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് യൂണിവേഴ്സ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ വാശിയും ദേഷ്യവും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതിനാൽ തന്നെ യൂണിവേഴ്സിനറിയാം ഇവരുടെ വാശി കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ അവിടെ കാര്യമുള്ളൂ എന്ന് യൂണിവേഴ്സിനറിയാം. അപ്പോൾ യൂണിവേഴ്സ് തന്നെ സ്വയമേ തീരുമാനിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒരു അത്ഭുതം
നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യൂണിവേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എഫേർട്ട് എടുത്തിട്ട് ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും ഈ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ല, തന്നെ യൂണിവേഴ്സ് പരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള വാർണിങ്സ് ആണ് അവിടെ നൽകുന്നതെന്ന് ഈ വ്യക്തിക്ക് എന്തായാലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണ് ഇവിടെ കാണുന്നത്. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ഇഷ്ടമുണ്ട്, പരസ്പരം നിങ്ങൾ രണ്ടുപേരും ബഹുമാനിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ വാശി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനി ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു പ്രതികരണത്താലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വാശി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പല രാത്രികാല സമയങ്ങളിലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഇപ്പം രാത്രിയിൽ അങ്ങോട്ട് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ രാത്രികാല സമയങ്ങളിലൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഇമോഷൻസ് വരുന്നത്. അപ്പം ആ ഒരു ഇമോഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, രാത്രികാല സമയങ്ങളിൽ ആ ഒരു ചിന്തകൾ, അതുപോലെ ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൂടുക, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പല രാത്രികളിലും നിങ്ങൾ അങ്ങോട്ട് ആ ഒരു വ്യക്തിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ തവണ. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾ വിട്ടു പോകത്തില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ വരട്ടെ, ഒരു 100ാമത്തെ തവണ വിളിച്ചാലേ ഞാൻ എടുക്കുകയുള്ളൂ എന്നുള്ള വാശിയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി. സ്വയമേ ഒരു തനിക്കൊരു വിലയുണ്ട്, അല്ലെങ്കിൽ തനിക്കൊരു നിലയുണ്ട് എന്ന് പറഞ്ഞൊരു ആ ഒരു വാശിയോടുകൂടിയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ രാത്രി വിളിക്കണ്ട, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വേണമെങ്കിൽ വിളിക്കട്ടെ എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ഈ ഒരു വ്യക്തിയുടെ ഒരു ദുസ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഞെട്ടി ഉണരുന്ന സന്ദർഭങ്ങൾ, അവർക്ക് പകലാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് മാറുന്നില്ല. അല്ലെങ്കിൽ ഈ രാത്രി ചിന്തിക്കുന്ന ഓരോരോ കാര്യങ്ങളെന്ന് പറയുന്നത് പകലിലേക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടല്ലോ, എങ്ങനെ അതൊരു ടെൻഷനായിട്ട് പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ആ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളറിയാതെ കൂടുതലായിട്ടും നിങ്ങളെ ഈ ഒരു സമയത്ത് ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു പേഴ്സണ് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം, അപ്ഡേഷൻസ്, നിങ്ങൾ എന്തെടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നറിയാൻ വളരെ ആകാംക്ഷയുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും വരുത്തരുത് എന്നുള്ളൊരു പ്രാർത്ഥനയും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് ഈ ഒരു വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥനയിൽ ലയിക്കുകയാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സിന് വേണ്ടിയാണ് കൂടുതലായിട്ടും പ്രാർത്ഥനകൾ നടത്തുന്നത് ഈ ഒരു പേഴ്സൺ. അപ്പം നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ആരോഗ്യത്തിനും റിലേഷൻഷിപ്പിനും വേണ്ടി എല്ലാത്തിനും വേണ്ടി നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആയുസ്സിന് വേണ്ടി കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. കാരണം സ്വന്തം പാർട്ട്ണർ നമ്മൾക്ക് വേണ്ടി ഒരു എന്താ പറയുക, ആ ഒരു ആയുസ് നീട്ടി കിട്ടണമെന്നുള്ളൊരാഗ്രഹം എന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് നിങ്ങളെ പിന്തിരിയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മനോവിഷമം അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ആയുസ്സിന് വേണ്ടി കൂടുതലായിട്ടും ഈ ഒരു പേഴ്സൺ പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ ഒരു റീഡിങ് നല്ലൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നു വരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.